താമരശ്ശേരി രൂപതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്വാറികളിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച ഖനനം. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അന്വേഷണ റിപ്പോർട്ടിൽ എങ്ങും എത്താതെ തുടരന്വേഷണവും നടപടിയും. അന്വേഷണം മരവിപ്പിക്കാൻ താമരശ്ശേരി രൂപതയുടെ ഇടപെടൽ. കോഴിക്കോട് കൂടരഞ്ഞി വില്ലേജിൽ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിൽ പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളിസ്ഥലത്ത് പ്രവർത്തിക്കുന്ന 2 കോറികളിലും ചുണ്ടത്തുംപൊയിൽ സെന്റ് ജോർജ് പള്ളിവക സ്ഥലത്ത് പ്രവർത്തിക്കുന്ന 1 കോറിയിലുമാണ് അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. ഇവിടങ്ങളിൽ നടന്ന കരിങ്കൽ ഖനനത്തിന് അനുവദിച്ചതിലും കൂടുതൽ പാറ പൊട്ടിച്ചതായി 2019 കണ്ടെത്തിയതാണ്. ഈ കോറികൾക്ക് കോഴിക്കോട് ജില്ലാ ജിയോളജി വകുപ്പ് പിഴ ചുമത്തിയിരുന്നു. കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ 3 കോറികളിലും അനുവദിച്ചതിലധികം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് താമരശ്ശേരി തഹസിൽദാർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃത കരിങ്കൽ ഖനനത്തിൽ സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിലുണ്ട്. ഉരുൾപൊട്ടലിലും പ്രളയത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ പ്രദേശമാണിവിടം. കരിങ്കൽ ഖനനം തുടങ്ങിയപ്പോൾ തന്നെ സമീപവാസികളിൽ പലരും വീടുപേക്ഷിച്ചു പോയി. ഒരു നിയന്ത്രണവുമില്ലാതെ പാറ പൊട്ടിച്ചതിനെതിരെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. താമരശ്ശേരി രൂപതയുടെ ഇടപെടലാണ് അന്വേഷണം നിലയ്ക്കാൻ കാരണമെന്നാണ് പ്രധാന ആക്ഷേപം. ദശാബ്ദ കാലത്തോളം ഈ കോറി അനധികൃതമായി പ്രവർത്തിച്ച് ലക്ഷക്കണക്കിന് ഘനമീറ്റർ കരിങ്കല്ല് അപകടം നടത്തിയിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക്, കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ അധികാരികൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും മൈനിങ് ആൻഡ് ജിയോളജിക്കും പരാതി നൽകിയെങ്കിലും നിയമപരമായ നടപടി ഉണ്ടായില്ല. അതിനെ തുടർന്ന് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹർജി മൂവ് ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ ഹൈക്കോടതി കോഴിക്കോട് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജിയോട് ഇതിൻ്റെ വോളിയം തിട്ടപ്പെടുത്തി വ്യക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായി ഒരു അന്വേഷണം നടക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് 25 ലക്ഷത്തിൽ പരം രൂപ ഇവർ രൂപതാ ബിഷപ്പും പള്ളി വികാരിയും ട്രഷറിയിൽ അടയ്ക്കാൻ നിർദ്ദേശിച്ച് ഉത്തരവാകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇതിൻ്റെ ഭാഗമായി ഖനനത്തിന് വേണ്ടി ഉപയോഗിച്ച അനധികൃത സ്ഫോടക വസ്തുക്കളുടെ വോളിയവും അതിൻ്റെ ഉറവിടവും അതിൻ്റെ ഉപയോഗവും സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ താമരശ്ശേരി രൂപത വില്ലേജ് ഓഫീസർക്ക് നൽകിയ വിശദീകരണം വിചിത്രമാണ്. ഓരോ വർഷവും ക്വാറികൾ പാട്ടത്തിന് നൽകാറുണ്ട്. പാട്ടക്കരാർ എടുത്തവരാകാം വൻതോതിൽ വെടിമരുന്ന് ഉപയോഗിച്ചതെന്നും രൂപത വിശദീകരിച്ച് കൈമലർത്തുന്നു. എന്നാൽ പാട്ടക്കരാറിനെക്കുറിച്ചോ കരാറെടുത്തവർ ആരെന്നോ കണ്ടെത്താനായിട്ടില്ലെന്നും വില്ലേജ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. സ്ഫോടക വസ്തുയുടെ കാര്യത്തിൽ രൂപതാ ബിഷപ്പിൻ്റെയും അവരുടെ മുകളിലുള്ള മറ്റ് ബിഷപ്പുമാരുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വരെ ഇടപെടലുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ ഞങ്ങളുടെ പള്ളികൾക്ക് ലഭിക്കുന്ന പണത്തിന് കണക്കെഴുതപ്പെടുകയോ കണക്ക് ബോധിപ്പിക്കുകയോ സുതാര്യതയുടെ ആവശ്യമില്ല. ഈ പണം ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ദുർവിനിയോഗം ചെയ്ത് സ്വാധീന സമ്മർദ്ദങ്ങളിലൂടെ ഈ പ്രശ്നങ്ങൾ ഏത് രീതിയിൽ ഒതുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അത്തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അനധികൃത ഖനനത്തിന് പിഴ ഈടാക്കിയത് രൂപതയിൽ നിന്നായിരിക്കെ രൂപത നൽകുന്ന ഈ വിശദീകരണത്തിൽ വൈരുദ്ധ്യമുണ്ടെന്ന് മാത്രമല്ല വിശ്വാസയോഗ്യവും അല്ല എന്നതാണ് വസ്തുത. താമരശ്ശേരി അതിരൂപത അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്ക് എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ല എന്നും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഖനനം നടത്തിയതെന്നുമുള്ള വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടുണ്ട്. എന്നാൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന് തെളിവില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട്. രൂപതയെ സംരക്ഷിക്കുന്നത് പോലീസോ? വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എസ് ആനന്ദിനോടൊപ്പം റിപ്പോർട്ടർ സൂര്യ സുജി, ന്യൂസ് മലയാളം, കോഴിക്കോട്.